നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം. മരണകാരണം കഴുത്തിനേറ്റ ആഴമേറിയ വെട്ട്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ. കൊലപാതകം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം. തെളിവെടുപ്പിനിടെ സംഘർഷം. പ്രതി മുതുവറ സ്വദേശി കണ്ണനുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിനിടെ സംഘടിച്ചെത്തിയ നാട്ടുകാർ പ്രതിക്കെതിരെ ആക്രോശങ്ങളുമായി പാഞ്ഞടുക്കുകയായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. അജണ്ടകൾ പൂർത്തിയാക്കാതെ യോഗം പിരിച്ചുവിട്ടു. പുന്നയൂർ പഞ്ചായത്ത് അവിയൂർ പുരഞ്ഞൂർ റോഡരികിൽ അജൈവ മാലിന്യം നിക്ഷേപിച്ചവർ പിടിയിൽ. ഒറ്റൈനിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം നടത്തുന്നവരിൽ നിന്നും 20,000 രൂപ പിഴ ഈടാക്കി. വിശദമായ വാർത്തയിലേക്ക്. പുതിയ പ്രതീക്ഷകളോടെ ലോകം പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങി. പോയ കാലത്തെ ആകുലതകളെല്ലാം മറന്ന് പ്രതീക്ഷയുടെയും നന്മയുടെയും നവവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട്. വെല്ലുവിളികളുടെയും അതിജീവനത്തിന്റെയും ഒരുമയുടെയും വർഷമാണ് കടന്നുപോയത്. പലർക്കും 2024 വിജയവർഷമായിരുന്നുവെങ്കിലും മറ്റൊരു പക്ഷത്തിനത് അതിജീവനത്തിന്റെയും വേർപാടിന്റെയും പ്രയാണമായി. ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മെ ഏറ്റവും മനോഹരവും ഏറ്റവും കൈപ്പേറിയതുമായ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. വേദനകൾക്കപ്പുറത്തു നിന്നുകൊണ്ട് മനുഷ്യർ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. തകർന്ന ജീവിതങ്ങൾ പുനർനിർമ്മിക്കപ്പെടുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ബീജങ്ങൾ മുളപൊട്ടുന്നു. ജീവിതത്തിന്റെ കനൽച്ചൂടിൽ പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചെങ്കിലും കാലം അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നു നേടാൻ മറ്റൊന്നിനെ കൈവിടുമ്പോൾ പുതിയ പരീക്ഷണങ്ങളെ നേരിടാൻ നാം നിർബന്ധിതരാകുന്നു. വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നഷ്ടങ്ങളുടെ തിരിച്ചറിവും കൂടെ വേണമെന്ന പാഠവും 2024 നമ്മെ പഠിപ്പിച്ചു. പ്രതീക്ഷകളുടെ പൊൻകിരണം പരത്തിക്കൊണ്ട് പുതിയ വർഷം പിറക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തിന്റെ പാഠങ്ങൾക്കൊപ്പം യാത്ര തുടരാം. ഓരോ പ്രതിസന്ധിക്കു പിന്നിലും ഓരോ സന്തോഷമുണ്ട്. ഓരോ നഷ്ടത്തിനും പിന്നിൽ നേട്ടവുമുണ്ട്. 2025 നമുക്ക് ഓരോരുത്തർക്കും വിജയത്തിന്റെയും ഒരുമയുടെയും വർഷമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നഷ്ടങ്ങളുടെ കനലിൽ നിന്ന് ഉയർന്ന് പ്രതീക്ഷയുടെ തിരികൾ തെളിയിച്ചുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. എല്ലാ CCTV പ്രേക്ഷകർക്കും പ്രതീക്ഷയുടെ പുതുവർഷം ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCTV. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം. മരണകാരണം കഴുത്തിനേറ്റ ആഴമേറിയ വെട്ട്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആർത്താറ്റ് കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സിന്ധുവിന്റെ ബന്ധു കൂടിയായ മുതുവറ സ്വദേശി കണ്ണനാണ് പ്രതി. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നും 12 പവനോളം സ്വർണം പോലീസ് കണ്ടെത്തി. പ്രതി കൊല ചെയ്യാനുപയോഗിച്ച ആയുധം വീടിന് സമീപത്തെ പാടത്തുനിന്നും പോലീസ് കണ്ടെത്തി. കുന്നംകുളം ACP CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. ഫിംഗർ പ്രിന്റ് ബ്യൂറോയും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റിൽ സിന്ധുവിന് കഴുത്തിനേറ്റ ആഴമേറിയ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് വിലയിരുത്തൽ.
പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കൂവെന്നും പോലീസ് അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. തെളിവെടുപ്പിനിടെ പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം. പോലീസ് വലയത്തിനുള്ളിലായിരുന്ന പ്രതി മുതുവറ സ്വദേശി കണ്ണന് നേരെയാണ് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കയ്യേറ്റ ശ്രമമുണ്ടായത്. കൊല്ലപ്പെട്ട ആർത്താറ്റ് കിഴക്കുമുറി നാടൻചേരി മണികണ്ഠന്റെ ഭാര്യ സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് കൊലയാളിയായ കണ്ണൻ. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഘടിതമായ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. പോലീസ് അവസരോചിതമായി ഇടപെട്ടതിനാൽ പ്രതിയെ മർദ്ദനമേൽക്കാതെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. വൈകിട്ട് 4:30യോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി സംഭവം നടന്ന ആർത്താറ്റ് കിഴക്കുമുറിയിലെ വീട്ടിലെത്തിച്ചത്. നിർവികാരനായാണ് ഇയാൾ പെരുമാറിയത്. ഇയാൾ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വെട്ടുകത്തി ചീരംകുളം പാടത്ത് ഉപേക്ഷിച്ചതായാണ് മൊഴി നൽകിയിട്ടുള്ളത്. പരിശോധനയിൽ ഇത് കണ്ടെത്താനായിട്ടില്ല. ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ ശ്രമം. ഉച്ചയ്ക്ക് 1 മണിയോടെ സിന്ധുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വൈകിട്ട് 7 മണിയോടെ വീട്ടിലെത്തിച്ചു. കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ ബുധനാഴ്ച രാവിലെ 9:30 സിന്ധുവിന്റെ സംസ്കാരം നടക്കും. കഴിഞ്ഞ ദിവസം രാത്രി 7-നാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കൊലപാതക ലക്ഷ്യത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയതെന്ന് പ്രതി കണ്ണൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു. കൊല നടത്താനുള്ള വലിയ വെട്ടുകത്തി തൃശൂരിൽ നിന്നും വാങ്ങി കവറിലാക്കിയാണ് ഇയാൾ വീട്ടിലെത്തിയത്. ഈ സമയം സിന്ധു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവ് മണികണ്ഠൻ കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു. സിന്ധുവിനെ തലയ്ക്കും കഴുത്തിനും വെട്ടി വീഴ്ത്തിയ ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കി വീടിന്റെ പിൻഭാഗത്തുകൂടി പാടം വഴി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. മണികണ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെയും വെട്ടുമായിരുന്നെന്നും പ്രതി പറഞ്ഞെന്നാണ് വിവരം. നാട്ടിൽ വിസ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതയുള്ളതായും പറയുന്നു. ഇതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് കണ്ണന്റെ വീട്ടിൽ സിന്ധുവും മണികണ്ഠനും അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. ആർത്താറ്റ് കൊലപാതകം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണൻ എത്തിയത് ആയുധവുമായെന്ന് പോലീസ്. പ്രതിക്ക് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും ഇതിന് പരിഹാരമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. മുതുവറയിലെ വീട്ടിൽ നിന്ന് പ്രതി കണ്ണൻ വൈകിട്ട് 6 മണിയോടെ പുറപ്പെട്ട് ആർത്താറ്റ് സിന്ധുവിന്റെ വീട്ടിലേക്ക് രാത്രി 7 മണിയോടെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയായിരുന്നു. ഭർത്താവ് മണികണ്ഠൻ പുറത്തുപോയ തക്കം നോക്കി ഇയാൾ വീട്ടിലെത്തി സ്വർണം കവരുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിലാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയത്. അടുക്കളയിൽ പണിയെടുത്തിരുന്ന സിന്ധുവിനെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു. കൊലപാതകം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ണനെ ആനായിക്കൽ ചീരംകുളം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി 8:00ഓടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഭർത്താവ് മണികണ്ഠനും സിന്ധുവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുന്ന സ്ഥാപനവും വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. പണികൾ കഴിഞ്ഞ് മണികണ്ഠൻ വീട്ടിൽ നിന്നും പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. മണികണ്ഠൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അടുക്കളയിൽ സിന്ധുവിനെ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. CCTV ന്യൂസ് കുന്നംകുളം. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായുള്ള കലാ-സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത പിന്നണി ഗായിക പത്മശ്രീ KS ചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചുണ്ടിലാത്ത്, MB മുരളീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ S ഉദയകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവില്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല,
ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സിനിമാ താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ അരങ്ങേറി. 2025 ജനുവരി 10 വെള്ളിയാഴ്ചയാണ് പ്രശസ്തമായ നെല്ലുവായ് ധന്വന്തരി വൈകുണ്ഠം ഏകാദശി. ഓം നമോ ഭഗവതി വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണുനാരായണാമൃത രോഗാന്മേ നാശയാശേഷാനാശു ധന്വന്തരേ ഹരേ. പുന്നിയൂർ പഞ്ചായത്ത് അവിയൂർ കുരഞ്ഞിയൂർ റോഡരികിൽ അജൈവ മാലിന്യം നിക്ഷേപിച്ചവർ പിടിയിൽ. 8-ാം വാർഡ് അവിയൂർ കുരഞ്ഞിയൂർ റോഡരികിൽ അജൈവ മാലിന്യം അലക്ഷ്യമായി 2 ചാക്കുകളിലായാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. മാലിന്യം ശ്രദ്ധയിൽപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഗണപതി എന്നിവർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ ഒറ്റയനിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം നടത്തുന്നവരെ തെളിവ് സഹിതം പിടികൂടിയത്. 20,000 രൂപ ഇവരിൽ നിന്നും പുന്നിയൂർ പഞ്ചായത്ത് പിഴ ഈടാക്കി. മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. അജണ്ടകൾ പൂർത്തിയാക്കാതെ യോഗം പിരിച്ചുവിട്ടു. മധുരക്കുളത്തിനടുത്ത് CV ശ്രീരാമൻ സ്മാരക സാംസ്കാരിക നിലയത്തിനായി MLA തുക അനുവദിച്ചത് സംബന്ധിച്ച അജണ്ട അവതരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. CV ശ്രീരാമന്റെ പേരിൽ ഒരു സ്മാരകം നിലനിൽക്കെ മറ്റൊരു സ്മാരകം കൂടി അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കുന്നത് അനൌചിത്യമാണെന്ന് ലബീബ് ഹസൻ പറഞ്ഞു. മുൻപ് മറ്റൊരിടത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്മാരക കെട്ടിടത്തിന് നഗരസഭ NOC അനുവദിക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് പുതിയ NOC അനുവദിച്ചിട്ടുണ്ടോ എന്ന് ലബീബ് ഹസൻ ചോദിച്ചു. എന്നാൽ ഇത്തരത്തിൽ NOC മുമ്പും അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ചെയർപേഴ്സൺ അജണ്ട വായിക്കുന്നത് തുടരാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതോടെ നഗരസഭാ ചെയർപേഴ്സൺ പച്ചക്കള്ളം പറയുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. ഇതോടെ നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ യോഗ നടപടികൾ ബെല്ലടിച്ച് അവസാനിപ്പിച്ചു. CV ശ്രീരാമന്റെ പേരിൽ പുതിയ സ്മാരക നിലയം നിർമ്മിക്കുന്നതിനെതിരെ BJP അംഗങ്ങളും വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മധുരക്കുളം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്ന വിഷയം ലബീബ് ഹസൻ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചെറിയ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് 20-ലധികം കാട്ടുപന്നികളുടെ കൂട്ടം വീട്ടുമുറ്റത്തെത്തിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് എന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ കൌൺസിലർ ആവശ്യപ്പെട്ടു. ലൈസൻസുള്ള പുതിയ ഷൂട്ടറെ ഉടൻ കണ്ടെത്തുമെന്നും വിഷയം പരിഹരിക്കുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരുടെ നിര്യാണത്തിൽ വിവിധ കക്ഷി നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ്, AS സജീഷ്, ബീന രവി, KK മുരളി, ഗീത ശശി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഹാർമണി അന്തർദേശീയ അവാർഡ് ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദിന് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 12-ന് കൊടുങ്ങല്ലൂർ അഴീക്കോട് മാർത്തോമാ തീർത്ഥകേന്ദ്രത്തിൽ രാത്രി 7:30 നടക്കുന്ന മതസൗഹാർദ്ദ സംഗീത നൃത്ത കലാമേളയായ ഹാർമണി ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ മന്ത്രി K രാജൻ അവാർഡ് സമ്മാനിക്കും. പ്രൊഫസർ ജോർജ് S പോൾ, ഡോക്ടർ CK തോമസ്, പ്രദീപ് സോമസുന്ദരൻ, ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ CMI, നൌഷാദ് കൈതവളപ്പിൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഫെസ്റ്റിവൽ ജനുവരി 10-ന് ആരംഭിക്കുമെന്ന് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ CMI, പ്രൊഫസർ VA വർഗീസ് ബേബി മൂക്കൻ, ഫ്രാങ്കോ ലൂയിസ് എന്നിവർ പറഞ്ഞു. ലോക റെക്കോർഡിന്റെ നെറുകയിൽ നടി ദിവ്യ ഉണ്ണി ഗുരുവായൂരപ്പന് മുന്നിൽ നൃത്താർച്ചന നടത്തി. കൊച്ചിയിൽ 12,000 പേരുടെ മെഗാ ഭരതനാട്യം അവതരിപ്പിച്ചതിന് ലോക റെക്കോർഡ് നേടിയതിന്റെ നിറവിലാണ് നടി ദിവ്യ ഉണ്ണി. സഹോദരി വിദ്യ ഉണ്ണി, മകൾ ഐശ്വര്യ എന്നിവരും അമേരിക്കയിലെ 5 ശിഷ്യരും നൃത്തം അവതരിപ്പിച്ചു. രമാ വൈദ്യനാഥൻ ചിട്ടപ്പെടുത്തിയ കൃഷ്ണ പഞ്ചാക്ഷരി ഇനമാണ് ദിവ്യ ഉണ്ണി ഭരതനാട്യമായി അവതരിപ്പിച്ചത്.
1.5 മണിക്കൂർ നീണ്ടുനിന്ന നൃത്താർച്ചന ആസ്വദിക്കാനായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. CCTVയിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരൻ KL ജോസിന് യാത്രയയപ്പ് നൽകി. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബോർഡ് ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, മാനേജർ സിൻഡോ ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, സീനിയർ ന്യൂസ് എഡിറ്റർമാരായ PS ടോണി, നിഷ നവീൻ എന്നിവർ സംസാരിച്ചു. CCTVയുടെ ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസണും ചെയർമാൻ KC ജോൺസണും ചേർന്ന് സമ്മാനിച്ചു. CCTV ഡയറക്ടർമാരായ CS സുരേഷ്, ഷാജി വി ജോസ്, വിജു CI, വി ശശികുമാർ തുടങ്ങിയവരും CCTV ജീവനക്കാരും സംബന്ധിച്ചു. KL ജോസ് മറുപടി പ്രസംഗവും നടത്തി. 5.5 പതിറ്റാണ്ടുകാലം ഒരേ ക്ഷേത്രത്തിലെ മേൽശാന്തി. 57 വർഷത്തിനു ശേഷം നാരായണ നമ്പൂതിരി പടിയിറങ്ങി. ആദരവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായി പ്രവർത്തിച്ച ശേഷം വിരമിക്കുന്ന നാരായണൻ നമ്പൂതിരിയെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ നാരായണൻ നമ്പൂതിരിയെ പൊന്നാടണിയിച്ച് ഗാന്ധി ചിത്രം സമ്മാനിച്ചു. CK അപ്പുമോൻ, ജിനാഷ് തെക്കേക്കര, സക്കറിയ ചീരൻ, AA ഹസർ, PK സുനിൽ, VU മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. C ജസ്റ്റിൻ പോൾ, ജിനീഷ് നായർ, PM ബെന്നി, KV സാംസൺ, VR കൃഷ്ണകുമാർ, KS മുരളീധരൻ, VM ഉണ്ണികൃഷ്ണൻ, KP കൃഷ്ണ പാമദേവൻ, പേൾജു ബേബി ചുങ്കത്ത്, സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. 1968 ജനുവരി 1 നാരായണ നമ്പൂതിരി തലക്കോട്ടുകര ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതലയേൽക്കുന്നത്. ശ്രീദേവി അന്തർജനമാണ് അദ്ദേഹത്തിന്റെ പത്നി. ഞാൻ ഇവിടെ ശാന്തി ഏൽക്കുന്നത് 1968 ജനുവരി 1 അന്ന് 19ാമത്തെ വയസ്സിലാണ് ഇവിടുത്തെ ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ 76 വർഷം വയസ്സായി. നീണ്ട 57 വർഷം ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ദേവൻ്റെ അനുഗ്രഹത്തോടും നാട്ടുകാരുടെയൊക്കെ എല്ലാ പിന്തുണയോടും കൂടി തുടർന്ന് പോകാൻ സാധിച്ചു. ഇവിടെ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. കാരണം അത്രയും വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിൽ. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് വരുന്നവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ പോവുകയെന്ന് പറയുമ്പോൾ പലരും കരയാണ് ചെയ്യുന്നത്. തിരുമേനി പോവരുത്, ഇവിടെ ഉണ്ടാവണം, ഞങ്ങൾക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള മോഹന അമ്പലത്തിൽ ഞങ്ങൾ ആദ്യം ദേവനെ കാണുമ്പോൾ തിരുമേനിയാണ് നോക്കുക. അങ്ങനെ പലരും പറയാറുണ്ട്. അങ്ങനെ വളരെ നല്ല അനുഭവങ്ങളാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്കുണ്ടായത്. CCTV ന്യൂസ് കുന്നംകുളം. പുന്നയൂർകുളം തെക്കേ പുന്നയൂർ പറയിരിക്കപ്പറമ്പ് 12ാമത് ദേശവിളക്ക് മഹോത്സവം നടത്തി. രാവിലെ 9 മണിക്ക് രക്ഷസിന് പൂജ, വൈകിട്ട് 6:30 പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ നിന്നും കാലം കൊടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി 10 മണിക്ക് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് കർപ്പൂരാഴി തെളിയിച്ച് ഭഗവാനെ വരവേറ്റു. ചെറുമനേങ്ങാട് വാസുണ്ണി സ്വാമിയും സംഘവുമാണ് നേതൃത്വം നൽകിയത്. പെരിയമ്പലം വേട്ടേക്കാരൻ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ വിളക്കുപന്തലിൽ ഭജനയും പ്രസാദവൂട്ടുമുണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് നാരായണൻ താമരത്ത്, സെക്രട്ടറി മണികണ്ഠൻ മച്ചിങ്ങൽ, ട്രഷറർ മോഹനൻ താമരത്ത്, അജിതൻ മച്ചിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റ നോട്ടം മതി മുഹമ്മദ് അല്യസയ്ക്ക്. ഏത് രൂപവും മിനിറ്റുകൾക്കുള്ളിൽ കടലാസിലേക്ക് പകർത്തും 5ാം ക്ലാസ്സുകാരനായ അല്യസ. ഇത്തരത്തിൽ വരച്ച MTയുടെ കാരിക്കേച്ചർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു.
കാരിക്കേച്ചർ വരച്ചിരിക്കുന്നത്. 2.5 വയസ്സുള്ളപ്പോൾ തന്നെ ചുമരിൽ കുത്തിവരച്ച് അല്യസ ചിത്രരചനയോടുള്ള ഗുരുവായൂർ നഗരസഭയും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന സംരംഭക സഭ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ അജിത്ത്, ദിവ്യ സജി, വ്യവസായ വികസന ഓഫീസർ VC ബിന്നിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. സഭയോടനുബന്ധിച്ച് ലോൺ, ലൈസൻസ്, സബ്സിഡി മേളയും ഉണ്ടായിരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ലോമോ 2024 സംഘടിപ്പിച്ചു. ഡിസംബർ 29 വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച മെഗാ ഈവിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി സ്വാഗതം പറഞ്ഞു. മഞ്ഞിനിക്കര ദയറയിലെ ബേസിൽ പോൾ റമ്പാൻ ക്രിസ്മസ് പുതുവർഷ സന്ദേശം നൽകി. ഇടവകാംഗം ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ ആശംസകൾ നേർന്നു. പള്ളി ട്രസ്റ്റി സോജൻ KJ, അസോസിയേഷൻ പ്രസിഡന്റ് ഷൈസൻ J പാലക്കൽ, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ സജീഷ് CS, മർത്ത മറിയം വനിതാ സമാജം സെക്രട്ടറി മെറീന ബിജു എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പള്ളിയിലെ 4 കുടുംബ യൂണിറ്റുകളായ സെന്റ് മേരീസ്, മോർ യാക്കോബ് മഫസ്കോ, സെന്റ് ബേസിൽ, സെന്റ് ജോർജ്, MYM ഗായക സംഘം എന്നീ ടീമുകൾ കരോൾ ഗാനങ്ങൾ ആലപിച്ചു. കുട്ടികളുടെ ടാബ്ലോ, ഗ്രൂപ്പ് ഡാൻസ്, ഫ്രീ ഗിഫ്റ്റ് പ്രോഗ്രാം, തിരുകുടുംബം തെരഞ്ഞെടുക്കൽ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി. മർത്ത മറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വന്ധ്യ ബേസിൽ പോൾ റമ്പാൻ ആദ്യ വിൽപ്പന ഫാദർ ജയേഷ് ജേക്കബിന് നൽകി നിർവഹിച്ചു. ക്രിസ്തുമസ് ഈവിന് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റൈവിൻ V ചീരൻ, വൈസ് പ്രസിഡന്റ് ജിജോ C തമ്പി, ജോയിന്റ് സെക്രട്ടറിമാരായ സുവിൻ സജി K, സൈബി സജോയ്, ട്രഷറർ അനുമോൻ C തമ്പി എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ജോയ് വാഴപ്പിള്ളി അഞ്ഞൂർ എഴുതിയ ഡോഡോ ലാൻഡിലെ സൂര്യപുത്രി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പ്രശസ്ത സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളം ലിവ ടവറിൽ നടന്ന ചടങ്ങിൽ വിൻസൻ വാഴപ്പിള്ളി പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ സലിം മുഹമ്മദ് പുസ്തകം പരിചയപ്പെടുത്തി. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മക്കാലിക്കൽ, നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് V വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാല സെക്രട്ടറി സുഗതൻ ഞമനേങ്ങാട് സ്വാഗതവും ജോയ് വാഴപ്പിള്ളി നന്ദിയും പറഞ്ഞു. അഞ്ഞൂർ സ്വദേശിയായ ജോയ് വാഴപ്പിള്ളി കോവിഡ് കാലത്ത് സ്വന്തം യാത്രാനുഭവങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പുകളായി പോസ്റ്റ് ചെയ്തത് പിന്നീട് പുസ്തകമാക്കുകയായിരുന്നു. കഴിഞ്ഞ 30 വർഷക്കാലമായി 40-ലേറെ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായി യാത്ര ചെയ്തതിന്റെ ഭാഗമായ അനുഭവ കുറിപ്പുകളാണ് ഹൃദ്യമായ ഭാഷയിൽ പുസ്തകമാക്കി മാറ്റിയത്. ഡോഡോ ലാൻഡിലെ സൂര്യപുത്രിയും അത്തരത്തിലുള്ള വായനാനുഭവമാണ് അനുവാചകർക്ക് സമ്മാനിക്കുന്നത്. പല കഥകളുണ്ട്, 10 കഥകളുണ്ട്. ഇതൊരു യാത്രാ വിവരണം മേഖലയിൽ പെടുത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ യാത്ര എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബുക്കിലെ യാത്രാ വിവരണം എന്ന് എഴുതിയിട്ടില്ല, യാത്ര. അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ട് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്നു. ജോലിയുടെ ഭാഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മളും ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നവരുമുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുമുണ്ട്. ആ ജോലിയുടെ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം കാണുന്ന, കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ കഥകളാണ്. കേച്ചേരിയുടെ ജനകീയ ഡോക്ടർ MM ഹനീഫ വിടവാങ്ങി. 85 വയസ്സായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ 24 മണിക്കൂറും രോഗികൾക്കായി സേവനം ചെയ്ത വിശ്വഗരനാണ് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയായിരുന്നു നാടിന്റെ പ്രിയപ്പെട്ട ഹനീഫ ഡോക്ടറുടെ വിയോഗം. കോയമ്പത്തൂർ സ്വദേശിയായ ഹനീഫ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശേഷം
കേച്ചേരി സ്വദേശി നിയായ സുഹറാബിയെ വിവാഹം കഴിച്ചതോടെയാണ് കേച്ചേരിയിൽ താമസം സ്ഥിരമാക്കിയത്. തുടർന്ന് കേച്ചേരിയിൽ ക്ലിനിക് ആരംഭിച്ച് രോഗികളെ പരിശോധിക്കുന്നതിന് ആരംഭം കുറിച്ചു. ഡോക്ടറുടെ കേച്ചേരി സെന്ററിലെ ലസിത ക്ലിനിക് അക്കാലത്ത് നിർധനരായ രോഗികളുടെ അഭയകേന്ദ്രമായിരുന്നു. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല ഹനീഫ ഡോക്ടറുടെ രോഗികളോടുള്ള സമീപനം. വാർദ്ധക്യബാധിതനായെങ്കിലും ഏത് പാതിരാത്രിക്കും രോഗികൾക്കും ഹനീഫ ഡോക്ടറുടെ വീടിന്റെ വാതിലിൽ മുട്ടിവിളിക്കാമായിരുന്നു. നേരം നോക്കാതെ രോഗികളെ പരിചരിക്കുകയും സ്നേഹവായ്പോടെ ഇടപെടുകയും ചെയ്ത ഹനീഫ ഡോക്ടറുടെ വിയോഗം കേച്ചേരി ഗ്രാമത്തിന് തീരാ നഷ്ടമാണ്. പ്രിയപ്പെട്ട ഡോക്ടറെ അവസാനമായൊന്നു കാണാൻ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരാണ് വസതിയിൽ എത്തിച്ചേർന്നത്. കേച്ചേരി പട്ടിക്കര റോഡിലെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം പറപ്പൂർത്തടത്തിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. കേച്ചേരി അൽ അമീൻ ഹൈസ്കൂൾ അക്കൗണ്ടന്റായിരുന്ന സുഹറാബിയാണ് ഭാര്യ. ഡോക്ടർ അൽതാഫ്, ഡോക്ടർ ലസിത എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, കേച്ചേരി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ചവിട്ടിപ്പൊങ്ങലിൽ ഒന്നാം സ്ഥാനം നേടിയ മണികണ്ഠന് ആദരം. കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ MS മണികണ്ഠൻ ഉപഹാരം നൽകി. KP വിശ്വനാഥൻ, TK പ്രഹ്ലാദൻ, വിദ്യാധരൻ, അനന്തകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ രാമപുരം അതിയാരത്ത് ബാലകൃഷ്ണൻ രമാ ദമ്പതികളുടെ മകനായ മണികണ്ഠൻ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പുന്നിയൂർ അകലാട് കാട്ടിലപ്പള്ളി ഷൈഖ് ബഹാവുദ്ദീൻ കുഞ്ഞീൻ തങ്ങളുടെ മഖാം ഉറീസിന് ചൊവ്വാഴ്ച നടത്തിയ ഭക്ഷണ വിതരണത്തോടെ സമാപനമായി. ഡിസംബർ 20 കാലത്ത് മൗലിദ് പാരായണത്തിന് ശേഷം കാട്ടിലപ്പള്ളി ഖത്തീബ് PK മുഹമ്മദ് മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് ഉറൂസിന് തുടക്കമായത്. 21 മുതൽ ഖുർആൻ പാരായണവും 28 മുതൽ പ്രഭാഷണവും ഉണ്ടായിരുന്നു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, നവാസ് മന്നാനി പനവൂർ, അൽ ഹാഫിൽ സയ്യിദ് തങ്ങൾ കായംകുളം എന്നിവരായിരുന്നു പ്രഭാഷണം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ ചക്കരക്കഞ്ഞി വിതരണവും ദിക്ർ മജ്ലിസും ഉണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ അകലാട് ദിക്ർ മജ്ലിസിനും കോഴിക്കോട് ഖാളി സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് ദുവാ മജ്ലിസിനും നേതൃത്വം നൽകി. രാത്രി 8 മണിക്ക് PK മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. കാട്ടിലപ്പള്ളി സെക്രട്ടറി AV ജാഫർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് KV അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഫളുൽ നൈമി അൽ ജിഫ്രി ഉദ്ഘാടനം ചെയ്തു. അബ്ദുസലാം ബദ്രി, റഫീഖ് അഹ്സനി, TP അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ബാഖവി, മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. 2 സംഘങ്ങളായി 50ഓളം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ 200 ചാക്ക് അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണം പ്രത്യേക കൗണ്ടറുകളിലൂടെ വിതരണം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് KV അബ്ദുൽ കരീം, സെക്രട്ടറി AV ജാബിർ, ട്രഷറർ KV സുലൈമാൻ, മറ്റു ഭാരവാഹികളായ കമറുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ കുട്ടി, MH മുഹമ്മദ് കുട്ടി, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചൂണ്ടൽ ഹരിതകർമ്മസേനയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. കൺസോർഷ്യം സെക്രട്ടറി നിഷ സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ മേരി, IRTC കോർഡിനേറ്റർ അക്ഷയ് ഖന്ന, സെക്രട്ടറി ഷഹന സുധീർ എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങളും ജനപ്രതിനിധികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കുന്നംകുളം തരകൻസ് റോയൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പുതുവത്സര ദിനമായ ബുധനാഴ്ച നടക്കും. രാവിലെ 10-ന് പാർട്ട്ണർമാരായ ഡിക്സൺ ഫ്രാൻസിസ്, ലൈജി ഡിക്സൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കത്രീന ഫ്രാൻസിസ് ഭദ്രദീപം തെളിയിക്കും. നടി മിയ ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മികച്ച കാർ പാർക്കിംഗ് സൗകര്യത്തോടെ 3 നിലകളിലായിട്ടാണ് പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. 1983-ൽ ഗുരുവായൂർ റോഡിൽ ആരംഭിച്ച റോയൽ ജ്വല്ലറി പിന്നീട് ഗുരുവായൂർ റോഡിലെ C-ഷേപ്പ് കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. വിശ്വാസ്യതയും സുതാര്യതയും മുഖമുദ്രയാക്കിയ സ്ഥാപനത്തിൽ 10,000-കണക്കിന് ഉപഭോക്താക്കളുണ്ട്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ അടുക്കള ബന്ദ് എന്ന പരസ്യവാചകം ഹിറ്റായി മാറിയിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി 1, 2, 3 തീയതികളിൽ ജ്വല്ലറിയിൽ നിരവധി ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആയിരത്തി 1979 ഞങ്ങൾ ചെറിയൊരു ബേക്കറി ആയിട്ട് കുന്നോളത്ത് വന്നത് ഗുരുവായൂർ റോഡിലെ ആ പഴയ റീഗലിന്റെ മുൻപിൽ. ഒരു 83-ല് ഞങ്ങൾക്ക് ഗോൾഡിന്റെ ലൈസൻസ് കിട്ടിയപ്പോൾ അവിടെ 83-ൽ ഗോൾഡ് ഷോപ്പ് ആക്കി.
അവിടുന്ന് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി ഒരു ബിൽഡിംഗ് പണിത്, ഈ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറി 86-ൽ. അപ്പൊ അവിടുന്ന് ഒരു 10-40 കൊല്ലം ആവാറായി. ഞങ്ങള് കുറച്ചുകൂടി വിശാലമായ ഷോപ്പ് സ്വന്തം വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥാപനം പട്ടം റോഡിൽ തുടങ്ങുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരും സഹകരണം വേണം. ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേച്ചേരി MIC അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അസർ റഹ്മാന്റെ വീട്ടിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ 25 കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിശിഷ്ട വ്യക്തികളും കുട്ടികളും ഒരുമിച്ച് കേക്ക് മുറിച്ച് പുതുവത്സരത്തിന്റെ മധുരം പങ്കുവച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. കുടുംബസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. വീട്ടുകാർ നൽകിയ സ്നേഹവിരുന്നിലും ഏവരും പങ്കാളികളായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി MIC അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക KA സുമിറോസ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ BPC അനീഷ് ലോറൻസ് പദ്ധതി വിശദീകരണം നടത്തി. BRC ട്രെയിനർ CC ഷെറി, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ സൗമ്യ സണ്ണി, KR സൗമ്യ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TJ റിജി ഹബീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി ചിറ്റംകുളം നവീകരിക്കാൻ പദ്ധതി തയ്യാറാകുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുളം വൃത്തിയാക്കാനും അരികുവശങ്ങൾ ബലപ്പെടുത്താനും കുളത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ടൈൽ വിരിച്ച് മനോഹരമാക്കാനുമാണ് പദ്ധതി. ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പദ്ധതി തയ്യാറാക്കിയതെന്നും 52 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നതെന്നും പഞ്ചായത്ത് അംഗം KA സിന്ധു പറഞ്ഞു. നാട്ടുകാരുടെ ദീർഘനാളത്തെ സ്വപ്നമായ ചിറ്റംകുളം നവീകരണം മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ ശ്രമിക്കുമെന്ന് KA സിന്ധു പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഴഞ്ഞിയുടെ പ്രധാന സ്ഥലമായിരുന്നു ചിറ്റംകുളം. പൊന്നാനി ഭാഗത്തു നിന്നും വഞ്ചിയിൽ അടക്കയും മറ്റു സാധനങ്ങളും ചിറ്റത്താണ് എത്തിച്ചിരുന്നത്. നൂറടിത്തോടിന്റെ കൈവഴിയായ ഇടത്തോട്ടിലൂടെ പുലർച്ചെ മുതൽ വഞ്ചികളിൽ ചരക്കുകൾ എത്തിച്ചിരുന്നു. പിന്നീട് ഇവിടെ നിന്നും കാളവണ്ടിയിലാണ് സാധനങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. റോഡ് ഗതാഗതം സുഗമമായതോടെ ചിറ്റം വഴിയുള്ള സാധനങ്ങളുടെ വരവ് നിലച്ചു. പിന്നീട് കുളവും നാശോന്മുഖമായി. 5 വർഷം മുമ്പ് കുളം നവീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പൂർത്തിയായില്ല. കുളത്തിന് സമീപം നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. സ്ഥലം മാറിപ്പോകുന്ന ചൂണ്ടൽ കൃഷി ഓഫീസർ P റിജിത്തിന് ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും കാർഷിക വികസന സമിതിയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗം ആന്റോപോൾ, VP ലീല, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, കൃഷി ഓഫീസർ ഇൻചാർജ് ഗായത്രി, കാർഷിക വികസന സമിതി അംഗങ്ങളായ ഡേവിസ് മണലി, M പീതാംബരൻ, മോഹനൻ പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് രേഖ സുനിൽ കൃഷി ഓഫീസർ റിജിത്തിന് സമ്മാനിച്ചു. തുടർന്ന് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ P റിജിത്ത് മറുപടി പ്രസംഗം നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തും തിരുവാതിര വാണ്യ സമിതിയും ചേർന്ന് നടത്തുന്ന തിരുവാതിര വാണ്യവും ഗ്രാമോത്സവവും ജനുവരി 10, 11 ദിവസങ്ങളിൽ നടക്കും. വാണ്യത്തിന് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് ചിറക്കൽ സെന്ററിൽ ഒറ്റ ക്യാൻവാസിൽ കലാകാരന്മാർ ചിത്ര വിളംബരം നടത്തും. ജനുവരി 5 കാട്ടകമ്പാൽ അമ്പലനടയിൽ LKG മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികൾക്കും പൊതുവിഭാഗത്തിനും പെൻസിൽ ഡ്രോയിങ് മത്സരം നടത്തും. ഹൈസ്കൂൾ, ജനറൽ വിഭാഗങ്ങൾക്കായി കഥ, കവിതാ രചനാ മത്സരങ്ങളും ഉണ്ടാകും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 75 59 83 83 01 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ക്ഷേത്ര മൈതാനത്ത് 8, 9 തീയതികളിൽ ചലച്ചിത്രമേള നടക്കും. 10-ാം തീയതി വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തോടെ തിരുവാതിര വാണ്യം തുടങ്ങും. കലാസന്ധ്യ, വട്ടക്കളി, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടാകും. വാണ്യത്തിൽ കൂവപ്പൊടി, പനംചക്കര, കുട്ട, മുറം, മൺകലങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിൽപ്പനയും നടക്കും. 11 വൈകിട്ട് ഘോഷയാത്ര, നാടകം എന്നിവയോടെയാണ് സമാപനം. കുന്നംകുളത്തിന്റെ പ്രാദേശികമായ ചരിത്ര വിഷയങ്ങൾ ശേഖരിച്ച് പുതിയ തലമുറയ്ക്ക് ഉപയുക്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിയ ചരിത്രകാരൻ അഡ്വക്കേറ്റ് PC മാത്യുവിനെ കുന്നംകുളം റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ലൈബ്രറി CV ഹാളിൽ നടന്ന അനുസ്മരണത്തിൽ ദേശചരിത്രത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, നടനും സാഹിത്യകാരനുമായ VK ശ്രീരാമൻ, VC ഗീവർഗീസ്, PG ജയപ്രകാശ്, ഫാദർ ബെഞ്ചമിൻ OIC, PS ഷാനു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിൽ തൃശൂരിനെ പ്രതിനിധീകരിക്കുന്ന ജ്വാല റോസിനെയും പിതാവും പരിശീലകനുമായ ബിഞ്ചു ജേക്കബിനെയും കുനമുച്ചി സത്സംഗ് പ്രവർത്തകർ ആദരിച്ചു.
തൃശൂർ ടൗൺ ഹാളിൽ ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല സമാപനത്തിലാണ് കുനമുച്ചി സത്സംഗിന്റെ വേറിട്ട ആദരം ജ്വാല റോസും ബിഞ്ചു ജേക്കബും ഏറ്റുവാങ്ങിയത്. സത്സംഗ് ചെയർമാൻ മേജർ പി ജെ സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിഭാഗത്തിലെ ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ഇരുവർക്കും സത്സംഗ് പുരസ്കാരം സമ്മാനിച്ചു. സത്സംഗ് പ്രവർത്തകർ ഇരുവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും വേലൂർ ജീവജ്വാല അക്കാദമി ഡയറക്ടറും കൂടിയാണ് ബിഞ്ചു ജേക്കബ്. കോർഡിനേറ്റർ PJ ബിജോയ്, അഭിഷേക് അമ്പിളി, ജോമി ജോൺസൺ, ഇവ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. കരാറുകാരൻ പണി ഉപേക്ഷിച്ചു. മറ്റൊരു കരാറുകാരനെ കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ. മാറഞ്ചേരി കൃഷ്ണപ്പണിക്കർ റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് കൃഷ്ണപ്പണിക്കർ റോഡ് നവീകരണം നടത്തുന്നത്. മാറഞ്ചേരി പഞ്ചായത്തിലെ സ്റ്റേറ്റ് ഹൈവേയും MLA റോഡിനെയും ബന്ധിപ്പിക്കുന്ന 4 വാർഡുകളിലൂടെ കടന്നുപോകുന്ന നിരവധി ഉപറോഡുകൾ സംഗമിക്കുകയും വിദ്യാലയങ്ങളും ആശുപത്രികളും ഗവൺമെന്റ് ഓഫീസുകളിലേക്കും എത്തിപ്പെടുന്ന പാതയാണ് കൃഷ്ണപ്പണിക്കർ റോഡ്. 300 മീറ്റർ കോൺക്രീറ്റും 900 മീറ്റർ ടാറിങ്ങും 45 മീറ്റർ ഡ്രൈനേജ് 60 മീറ്റർ കോൺക്രീറ്റ് സ്ലാബ് എന്നിവയോടുകൂടിയാണ് റോഡ് പ്രാവർത്തികമാക്കുന്നത്. ഡ്രൈനേജ് കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന റോഡിന് ഡിവിഷൻ മെമ്പറുടെ ശക്തമായ ഇടപെടൽ മൂലം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടെൻഡർ ആവുകയും എന്നാൽ കരാറുകാരൻ പിന്നീട് പ്രവൃത്തി ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു. തുടർന്നാണ് വീണ്ടും ഡിവിഷൻ മെമ്പർ AK സുബൈറിന്റെ ഇടപെടലിൽ മറ്റൊരു കരാറുകാരനെ കണ്ടെത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഈ വർക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്ട് എടുക്കുകയും ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ആ വർക്ക് ഇട്ടെറിഞ്ഞു പോവുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കൃത്യമായ ഭരണസമിതിയുടെ കൃത്യമായ സഹകരണത്തോടുകൂടി മറ്റൊരു കോൺട്രാക്ടർ വർക്ക് എടുത്ത് ഇതിന്റെ പൂർത്തീകരണ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. CCTV ന്യൂസ് പുന്നയൂർകുളം. കുറ്റൂക്കാരൻ ഗ്രൂപ്പ് SCMS ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സുരക്ഷിത് മാർഗിന്റെ ആഭിമുഖ്യത്തിൽ കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ട്രാഫിക് പോലീസ് ഉണ്ണി RC ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ഉഷാ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. റോഡ് സേഫ്റ്റി അംബാസിഡർമാർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സുരക്ഷിത് മാർഗ് സ്കൂൾ കോർഡിനേറ്റർമാരായ ബിന്ദു ശശി, ബേബി, പ്രിയ എന്നിവർ സംബന്ധിച്ചു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ സ്റ്റെല്ല ഫ്രാൻസിസ് ഉത്തരവാദിത്വ സൂചകമായ ബാഡ്ജ് അംബാസിഡർമാർക്ക് നൽകി. വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കുന്ന ബോധവൽക്കരണ പരമ്പരയാണ് ഈ ക്യാമ്പയിനിലൂടെ ആസൂത്രണം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ പുന്നയൂർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി TH അൻസാറിന്റെ ഓട്ടോ ടാക്സി തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ലഹരി മാഫിയ ഇരുട്ടിന്റെ മറപറ്റി വാഹനം തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ച് തങ്ങൾപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം CPM പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CPM പുന്നയൂർകുളം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയുമായ AD ധനീബ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, പുന്നയൂർകുളം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി സുജീഷ് കൊളത്തേരി, ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം MB സുജീഷ്, അഷ്കർ, ജസീർ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച പുലർച്ചെയാണ് അക്രമസംഭവം നടന്നത്. അൻസാറിന്റെ ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസും അരികുവശത്തെ കർട്ടണുകളും നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2 സ്ഥലങ്ങളിൽ പ്രദേശത്തെ കൂട്ടായ്മയുണ്ടാക്കിയ ഇരിപ്പിടങ്ങളും വീടിനെ മുറ്റത്ത് വെച്ചിരുന്ന സൈക്കിൾ, മോട്ടോർ ഷെഡ് എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ ഷെഡിലെ പമ്പ് സെറ്റ് എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. അക്രമം നടത്തുന്നതുകണ്ട പ്രദേശവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആയുധം കാണിച്ച് വധഭീഷണി നടത്തിയതായും പറയുന്നു. പെരിയമ്പലം 310 റോഡിൽ താമസിക്കുന്ന 2 പേരാണ് ഇതിനു പിന്നിൽ എന്നാണ് ആക്ഷേപം. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് പുന്നയൂർകുളം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അർദ്ധവാർഷിക പൊതുയോഗം പ്രസിഡന്റ് KP സാക്സന്റെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി രാജു B ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, ചേംബർ വൈസ് പ്രസിഡന്റ് വിൽസൺ മാത്യൂസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 4 നടക്കുന്ന വ്യാപാരികളുടെ പാർലമെന്റ് മാർച്ചിനെക്കുറിച്ചും കുന്നംകുളം നഗര വികസനത്തെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിൽ വട്ടപ്പാട്ട് മത്സരത്തിൽ പുന്നയൂർകുളം യൂത്ത് വിംഗ് ചാരിറ്റബിൾ ആൻഡ് സ്പോർട്സ് ക്ലബ് കലാപ്രതിഭകൾ 2ാം സ്ഥാനം നേടി. ചാവക്കാട് ബ്ലോക്കിനെ പ്രതിനിധീകരിച്ചാണ് പുന്നയൂർകുളം പഞ്ചായത്തിലെ യൂത്ത് വിംഗ് ചാരിറ്റബിൾ ആൻഡ് സ്പോർട്സ് ക്ലബ് വട്ടപ്പാട്ടിൽ ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിൽ പങ്കെടുത്തത്. ഹാദി ഹസനായിരുന്നു ടീം ക്യാപ്റ്റൻ. പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് ജില്ലാ കേരളോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. ടീം അംഗങ്ങൾക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി.
യുവാവ് ചികിത്സാ സഹായം തേടുന്നു. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവ് നെടിയടത്തു വീട്ടിൽ 28 വയസ്സുള്ള നന്ദന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം വേണം. പെരുമ്പിലാവ് ശാഖയുടെ വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു. പെരുമ്പിലാവ് ആൽത്തറ LMUP സ്കൂളിൽ ശാഖാ പ്രസിഡന്റ് പ്രവീൺ കിഷോർ നേതൃത്വം നൽകി. യൂണിയൻ പ്രസിഡന്റ് ഇൻചാർജ് MK സുകുമാരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി പ്രിയൻ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹൻ PK, ഭാരവാഹികളായ ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, VK ഹരിദാസ്, KR റെജിൽ, നിധി മാസ്റ്റർ, മുൻ ശാഖാ പ്രസിഡന്റ് KP അച്യുതൻ, മുൻ ശാഖാ സെക്രട്ടറി PR കൃഷ്ണൻകുട്ടി, ശാഖാ വൈസ് പ്രസിഡന്റ് VR ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച പ്രസാദ് പുളിക്കൽ, പ്രതാപൻ, പാർത്ഥിബ് കോഴിക്കരവളപ്പിൽ, വിഷ്ണു നടക്കാവിൽ, VR ജയപ്രകാശ്, രാജൻ കിളിയമ്പറമ്പിൽ എന്നിവരെ ആദരിച്ചു. തത്വരസികനും ആചാര്യനുമായ പ്രസാദ് പുളിക്കൽ പ്രഭാഷണം നടത്തി. ശാഖാംഗം KV പ്രതാപൻ നിർമ്മിച്ച കരകൗശല ശില്പ പ്രദർശനവുമുണ്ടായി. ചാലിശ്ശേരി CSI സെന്റ് ലൂക്സ് പള്ളിയിലെ ക്രിസ്മസ് കരോൾ ഈവ് 2024 സംഗീത സന്ധ്യ ശ്രുതി മധുരമായി. ഞായറാഴ്ച വൈകിട്ടു നടന്ന കരോൾ ഈവ് ഫാദർ ഷിനു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ KC ജോൺ അധ്യക്ഷനായി. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ഔഗേൻസ് പള്ളി, CSI സെന്റ് ലൂക്സ് പള്ളി, കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി, ഷൊർണൂർ CSI പള്ളി, മലബാർ ക്രിസ്ത്യൻ ഹാർമണി എറണാകുളം എന്നീ ടീമുകളുടെ കരോൾ ഗാനങ്ങളുമുണ്ടായി. ബൈബിൾ ക്വിസ് മത്സരം, ക്രിസ്മസ് കേക്ക്, സമ്മാന വിതരണം എന്നിവയും നടന്നു. ക്രിസ്മസ് പാപ്പ എല്ലാവർക്കും മധുരവും നൽകി. രാവിലെ പള്ളിയിൽ ആരാധനയ്ക്കു ശേഷം കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി ആദ്യ ഫലശേഖര ലേലംവിളിയുമുണ്ടായി. കരോൾ ഈവിനെ വികാരി ഫാദർ KC ജോൺ, കൺവീനർമാരായ റോഷിദ് തമ്പി, സനൽ MBB എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൊയറംഗങ്ങളും പള്ളി ഭരണസമിതിയും നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. 54ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് SFI ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് KS അനു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. SFI ചാവക്കാട് ഏരിയ പ്രസിഡന്റ് മുബഷീർ ഖാൻ PP അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് T അഭിജിത്ത്, ചാവക്കാട് ഏരിയ സെക്രട്ടറി സഹൃദയ് കുമാർ NS, ഏരിയ ജോയിന്റ് സെക്രട്ടറി സനിക, ഏരിയ സെക്രട്ടറി അംഗങ്ങളായ ജഗന്നാഥ്, സഞ്ജയ്, കിരൺ, അനഘ, അനാമിക, ഇജാസ് എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ MK ജോമോൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ വിദ്യാലയത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ 22-നാണ് ജോമോൻ മാസ്റ്റർ മരണമടഞ്ഞത്. വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകനായിരുന്ന മാസ്റ്ററുടെ ആകസ്മിക വേർപാടിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ പ്രിൻസിപ്പാൾ സന്തോഷ് T ഇമ്മട്ടി അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം TO ജോയ്, ബോയ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ആൻഡോ C കാക്കശ്ശേരി, ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക TO ഫ്ലോറൻസ്, LP വിഭാഗം പ്രധാനാധ്യാപിക കൊച്ചുത്രേസ്യ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ ജോസ്, റിട്ടയർഡ് കമ്മിറ്റി കൺവീനർ PT ജെയ്സൺ എന്നിവർ സംസാരിച്ചു.
മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ ഇടവക ദിനാഘോഷം നടന്നു. ഇടവക ദിനാഘോഷത്തോടനുബന്ധിച്ച് നവവൈദികന് സ്വീകരണം, ഭക്തസംഘടനകളുടെ വാർഷികം, പൗരോഹിത്യ സന്യസ്ത ജൂബിലി ആഘോഷം, വിവാഹ ജൂബിലേറിയന്മാരെ ആദരിക്കൽ, ഫുഡ് ഫെസ്റ്റ്, നാടകം തുടങ്ങിയ പരിപാടികൾ നടന്നു. വൈകിട്ട് 5:30 ദിവ്യബലിയോടെയാണ് ഇടവക ദിനാഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഭോപ്പാൽ പ്രൊവിൻഷ്യൽ ഫാദർ സിറിൽ കുറ്റിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇടവക നടത്തുന്നത് വികാരിയച്ഛനോ കൈക്കാരന്മാരോ ഒന്നുമല്ല, ഇടവകയിലെ ജനങ്ങളാണ്. ഇത് നിങ്ങളുടെ ആഘോഷമാണ്. സ്വാഗതം പറഞ്ഞപ്പോൾ എന്നെ മാത്രം പരിചയപ്പെടുത്താൻ മതി, ബാക്കിയുള്ളവരൊക്കെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ സത്യം. നിങ്ങളെല്ലാവരും ഒരു കുടുംബക്കാരാണ്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇടവക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാത്തിലും നിസ്വാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ അധ്യക്ഷനായി. ഇടവക റിപ്പോർട്ട് പ്രതിനിധി യോഗം സെക്രട്ടറി ജിസൺ കാക്കശ്ശേരിയും ഭക്തസംഘടനകളുടെ റിപ്പോർട്ട് ഏകോപന സമിതി സെക്രട്ടറി CC ജോസഫും അവതരിപ്പിച്ചു. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കൈക്കാരന്മാരായ സ്റ്റീഫൻ പുലിക്കോട്ടിൽ, ജോൺസൺ കാക്കശ്ശേരി, കേന്ദ്രസമിതി പ്രസിഡന്റ് EJ ജോഫി, ജനറൽ കൺവീനർ TK സത്യദാസ്, പ്രോഗ്രാം കൺവീനർ TO ജോയ് എന്നിവർ സംസാരിച്ചു. ഇടവക ദിനത്തോടനുബന്ധിച്ച് വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ഫുഡ് സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും ഇടവകാംഗങ്ങൾ അഭിനേതാക്കളായി എത്തിയ അച്ചായ വൈകിട്ടെന്താ പരിപാടി എന്ന കോമഡി സ്കിറ്റിന്റെ അവതരണവും അരങ്ങേറി. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 41ാമത് അഖില ഭാരത ഭാഗവത സത്രം സമാപിച്ചു. ഡിസംബർ 19 മുതൽ 31 വരെ 120-ൽ പരം ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും പങ്കെടുത്ത ഭാഗവത പ്രഭാഷണങ്ങളും പുരാണ ഇതിഹാസ വിഷയ അവലോകനങ്ങളും നിത്യേന മഹാഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ പാരായണം, നാരായണീയ പാരായണം എന്നിവ കൊണ്ട് മുഖരിതമായ ക്ഷേത്രാങ്കണം ഭക്തിപൂർണമായിരുന്നു. ചൊവ്വാഴ്ച നടന്ന സത്ര സമർപ്പണ സഭ സത്രസമിതി പ്രസിഡന്റ് K ശിവശങ്കരന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ ദേവസ്വം അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TG പത്മനാഭൻ നായർ, ഗുരുവായൂർ മണിസ്വാമി, കീഴടം രാമൻ നമ്പൂതിരിപ്പാട്, ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ, രാമകൃഷ്ണൻ ഇളയത്, കോങ്ങാട്ടിൽ അരവിന്ദാക്ഷൻ, പെരുന്തട്ട പാരായണ സമിതി എന്നിവർ നേതൃത്വം നൽകി. SFI മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 54ാം സ്ഥാപക വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ വെച്ച് നടന്ന സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. SFI മണലൂർ ഏരിയ പ്രസിഡന്റ് AS അതുല്യ അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് ജോസഫ്, CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, SFI ഏരിയ സെക്രട്ടറി K അതുൽ കൃഷ്ണ, VR ദേവി ചന്ദന, അരുന്ധതി ദേവി, ജീന അശോകൻ, PG സൂരജ് എന്നിവർ സംസാരിച്ചു. എയ്യാൽ നിർമ്മലമത കോൺവെന്റ് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പ്രശസ്ത ഗായിക പത്മഭൂഷൺ KS ചിത്ര ചടങ്ങിലെ വിശിഷ്ടാതിഥിയായി. പ്രിൻസിപ്പാൾ ഡോക്ടർ മേഴ്സിറ്റ കാണാമ്പുഴ അധ്യക്ഷയായി. JS സെബാസ്റ്റ്യൻ, ലിൻഡ R ജോമറ്റ് ജോസ്, സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലെസി റോസ്, PTA പ്രസിഡന്റ് ദീപക് ആൻഡോ, എയ്യാൽ സ്വദേശിയും പ്രശസ്ത ചിത്രകാരനുമായ സേതു എയ്യാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ വർഷത്തെ നന്ദന എൻഡോമെന്റ് പുരസ്കാരം +2-വിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നന്ദനയ്ക്ക് ലഭിച്ചു. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതിന് അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ബെസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മേഴ്സിറ്റ കാണാമ്പുഴയെ പൊന്നാടണിയിച്ച് ആദരിച്ചു. ബെസ്റ്റ് എമർജിംഗ് സ്കൂൾ ഓഫ് ദി ഇയർ ബഹുമതി നേടിയ വിദ്യാലയത്തിൽ ഇതിന്റെ ആഘോഷവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പുതുവത്സരത്തിന് മുന്നോടിയായി കേക്ക് മുറിക്കലും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള മേലെ അങ്ങാടി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതീക്ഷ ഷെൽട്ടറിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. പ്രതീക്ഷയിലേക്ക് അരി, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകി. കൂടാതെ വിവിധ പ്രദേശത്തെ നിർധനരായ 15 കുടുംബങ്ങൾക്ക് യൂണിറ്റ് വക ക്രിസ്മസ് കിറ്റും നൽകി. പ്രതീക്ഷ ഭരണസമിതി അംഗം ഷൺമുഖൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂണിറ്റ് സെക്രട്ടറി എഡ്വി പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM സജീവൻ, സെക്രട്ടറി PU എഡ്വി, ട്രഷറർ CK ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. AKTA കുന്നംകുളം ഏരിയ ചെമ്മന്തിട്ട യൂണിറ്റ് സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. പഴുന്നാന NH ഹാളിൽ രമ്യയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി മിനി ജോൺസൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ സാബിറ വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും,
അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ സംസാരിച്ചു. മിനി ജോൺസൺ സെക്രട്ടറിയായും ആർ രമ്യ പ്രസിഡന്റായും വിജയശ്രീ സേതുമാധവൻ ട്രഷററായും 17-അംഗ കമ്മിറ്റി നിലവിൽ വന്നു. അമലയുടെ ആർത്താറ്റ് സെന്ററിൽ ഗ്യാസ്ട്രോ കാർഡിയോളജി സേവനങ്ങൾ വിപുലീകരിച്ചു. അമല മെഡിക്കൽ കോളേജ് കുന്നംകുളം ആർത്താറ്റ് സെന്ററിൽ ഗ്യാസ്ട്രോ കാർഡിയോളജി വിഭാഗങ്ങളുടെ അൾട്രാസൗണ്ട് സ്കാനിംഗ്, TMT സേവനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, KK മുരളി, അമല ഫെലോഷിപ്പ് കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് CE ഉണ്ണി, താരു മെമ്മോറിയൽ ട്രസ്റ്റ് പ്രതിനിധി റെജി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, ബോർജിയോ ലൂവിസ്, ഡോക്ടർ രൂപേഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. പൊന്നാനി വെളിയങ്കോട് സ്വദേശി കിഴക്കേതിൽ പത്മനാഭൻ മകൻ ശശിധരൻ സൗദി അറേബ്യയിൽ വെച്ച് നിര്യാതനായി. ദീർഘകാലമായി സൗദിയിലെ ഖുറായാത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു പരേതൻ. ഹൃദ്രോഗബാധയെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം നടത്തി. തുഷാര ഭാര്യയും ശീർഷ മകളുമാണ്. നവമാധ്യമ കാഴ്ച. കാണുമ്പോൾ ഒരു കൗതുക ദൃശ്യം മാത്രമാണെങ്കിലും വലിയൊരു സന്ദേശം കൂടി പങ്കുവെക്കുകയാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ഒന്നുകിൽ ഒരു വഴി കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഒന്ന് സൃഷ്ടിക്കുക എന്ന അടിക്കുറിപ്പോടെ കാണിപ്പയിരിൽ നിന്നും ഉണ്ണി അയച്ച ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം പോർക്കുളം വേദക്കാട് പുതുമനശ്ശേരി പിഷാരത്ത് വീട്ടിൽ വേണുഗോപാലൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ലീല പിഷാരസ്യർ ഭാര്യയും മഞ്ജുള മകളുമാണ്. സംസ്കാരം നടന്നു. വെള്ളിത്തിരുത്തി പരേതനായ ചെറുവത്തൂർ വർഗീസ് മകൾ റോസി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. അവിവാഹിതയാണ് പരേതയായ സാറാമ മാതാവും ബേബി. പരേതനായ തമ്പി, ഉണ്ണിമോൻ, ജോൺസൺ എന്നിവർ സഹോദരങ്ങളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം. മരണകാരണം കഴുത്തിനേറ്റ ആഴമേറിയ വെട്ട്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ. കൊലപാതകം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ. ആർത്താറ്റ് വീട്ടമ്മയുടെ കൊലപാതകം. തെളിവെടുപ്പിനിടെ സംഘർഷം. പ്രതി മുതുവറ സ്വദേശി കണ്ണനുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിനിടെ സംഘടിച്ചെത്തിയ നാട്ടുകാർ പ്രതിക്കെതിരെ ആക്രോശങ്ങളുമായി പാഞ്ഞടുക്കുകയായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. അജണ്ടകൾ പൂർത്തിയാക്കാതെ യോഗം പിരിച്ചുവിട്ടു. പുന്നയൂർ പഞ്ചായത്ത് അവിയൂർ പുരഞ്ഞൂർ റോഡരികിൽ അജൈവ മാലിന്യം നിക്ഷേപിച്ചവർ പിടിയിൽ. ഒറ്റൈനിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം നടത്തുന്നവരിൽ നിന്നും 20,000 രൂപ പിഴ ഈടാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.